ഹായ്, ഞാൻ ആസിഫ് മോബി. ഇന്നത്തെ വീഡിയോ പ്രജീഷ് എന്ന എൻ്റെ നാട്ടുകാരൻ മുക്കത്തുകാരന് വേണ്ടിയിട്ട് ഒരു നാട് ഒരുമിക്കുന്ന കഥയാണ്. ഒരു നാട് ഒരുമിക്കുന്ന വീഡിയോ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രജീഷിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് ഒരു സർജറിയിലൂടെ മാറ്റിയെടുക്കാമെന്ന പ്രതീക്ഷയിലൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ജീവിതത്തിലും മരണത്തിനുമിടയിൽ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഭാരിച്ച ചിലവാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ 39 വയസ്സോ ഏകദേശം 39 വയസ്സേ ഉള്ളൂ. ഭാരിച്ച ചിലവാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വേണ്ടി വരിക. അതിന് വേണ്ടിയിട്ട് ഒരു നാട് ഒരുമിക്കുകയാണ്. ഒരു നാട് ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ വാട്സപ്പിൽ 1000-ഓളം ആളുകൾ പെട്ടെന്ന് തന്നെ ഫുള്ളാവുകയും അതിനുശേഷം രണ്ടാമതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകയും അതിലും 1000-ഓളം ആളുകൾ ഫുള്ളാവുകയും അതിനുശേഷം ഇന്നലെ ഒരു മീറ്റിംഗ് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എല്ലാ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാർ, അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി എല്ലാവരും ഉൾപ്പെടെയുള്ളൊരു വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും വിളിച്ചു ചേർക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് അഡ്വക്കേറ്റ് ഷമീർ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ എത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി കാണാൻ പറ്റുന്നതാണ്. പലതരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ജീവിതശൈലി. അതല്ലെങ്കിൽ ജീവിതത്തിലൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന പല അസുഖങ്ങൾ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെ ഒരു നാട്ടുകാർക്ക് സഹായിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ എങ്ങനെ ഇതിലേക്ക് ഇടപെടുത്തുമ്പോൾ എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. പലരുടെയും ജീവിതങ്ങളിൽ പല പ്രതിസന്ധികളിലും വരുമ്പം അവരുടെയൊക്കെ കണ്ണീരപ്പാൻ പോകുന്നതും അതുപോലെ തന്നെ അവരുടെയൊക്കെ കരച്ചിലും പിടിച്ചിലും കാണുമ്പോൾ നമ്മളെത്രത്തോളം സന്തോഷവാന്മാരാണ്, അല്ലെങ്കിൽ നമ്മളെത്രത്തോളം ജീവിതത്തിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നമ്മളെത്രത്തോളം സൗഭാഗ്യവാന്മാരാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് കാരണമാകും. താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രജീഷിനുള്ള അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്. ഇതോളം തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് ചിലപ്പോൾ ഓൾറെഡി അയച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾ തട്ടി മാറ്റരുത്. അത് പൈസ അയക്കാത്തവർ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100, നിങ്ങൾക്ക് കഴിയുന്നത്, നിങ്ങൾ ആരും ബുദ്ധിമുട്ടാവാതെ അവരവന് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ തട്ടി മാറ്റരുത്. കാരണം നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരുണ്ടാവും. നിങ്ങൾ ഇതിൽ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നത് കാണുന്നു. പലർക്കും വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വാസം ഉണ്ടാവാത്ത ഒരു പ്രശ്നവും ഇതിലേക്ക് വരുന്നില്ല. കാരണം നാട്ടിൽ ഒറ്റക്കെട്ടാണ്. നാട്ടിലെ എല്ലാ പ്രവർത്തകരുമുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാ പ്രവർത്തകരുമുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷമീർ അഡ്വക്കേറ്റ് ഷമീർ നേരിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വീഡിയോ എടുക്കുകയും അതിനുശേഷം മാത്രമാണ് ഈ ദയനീയാവസ്ഥ മാത്രം കാണിക്കുന്നില്ല എന്നുള്ളത്. ദയനീയാവസ്ഥ കാണിക്കണോ എന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ വേണ്ട എന്നുള്ളത് പറയുന്നത്. ഇത്തരം വീഡിയോകൾ ദയനീയാവസ്ഥ കാണിക്കേണ്ട അവസ്ഥ വരുന്നത്, വളരെ ദയനീയാവസ്ഥ കാണിക്കുന്ന പല വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ആളുകളുടെ മനസ്സുകളിലേക്ക് ഈ വീഡിയോ എത്തണം. അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണം. അത് അവർക്ക് ചിലപ്പോൾ 10 100 കൊടുക്കാൻ തോന്നണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹൃദയം പൊട്ടണം. ഹൃദയം പൊട്ടുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അത്രയും പലരും മനസ്സ് സാധാരണ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്ത പൈസ ഇത്തരം വീഡിയോകളിലൂടെ ചിലപ്പോൾ കിട്ടും. പൈസ നിർബന്ധമാണ്, പ്രാർത്ഥന നിർബന്ധമാണ്, പൈസ നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ പ്രതിസന്ധി വന്നാൽ എങ്ങനെ നേരിടാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, നമ്മൾ ഈ ഒരു പ്രജീഷിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹമായിട്ട് മുമ്പ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണാറുണ്ട്. രോഗിയെയും അതുപോലെ അവരുടെ ബന്ധുക്കളെയും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ പ്രജീഷ് ആരാണ് എന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടുകാർക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബം എന്താണെന്ന് നമുക്കറിയാം. ആ കുടുംബത്തിനുണ്ടാവുന്ന അത് വലിയൊരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു വീഡിയോയിലേക്കോ കാര്യങ്ങളോ ഒന്നും പോവാതെ നമ്മൾ ഈ നാട്ടിൽ ഈ വിഷയം ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴും ഇന്നലെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചു. ഇന്നത്തെ യോഗത്തിലേക്ക് അദ്ദേഹം വരണം ഈ കാര്യം. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഇതിൽ പ്രത്യേകം പറയാൻ പറ്റാത്തതുകൊണ്ട് എത്രയാണോ അതിന് വരുന്ന ഭീമമായ തുക അത് മുഴുവൻ കണ്ടെത്തേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഷമീർക്ക് അതിലൂടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കന്മാർ,
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രജീഷിനെ കുറിച്ച് അറിയുന്നവരാണ്. നിങ്ങളെല്ലാവരും പ്രജീഷ് എന്താണെന്ന് കേട്ടവരാണ്. ഇന്ന് എൻ്റെ പിന്നിലൊരു ബാനറുണ്ട്. ആ ബാനറിലുള്ള ഫോട്ടോ പ്രജീഷാണ്. എൻ്റെ മുമ്പിൽ നൂറുകണക്കിന് പൊതുപ്രവർത്തകന്മാരുണ്ട്. ഇന്നലകളിൽ തെരുവീതിയിൽ പൊതുപ്രവർത്തനം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഭിത്തിയിൽ ഫ്ലെക്സിൽ അവൻ്റെ മുഖം നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കുടുംബങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. എനിക്കറിയില്ല, 1% ഇവിടെ ഇരിക്കുന്ന 1% പോലും ആളുകൾ എൻ്റെ വീഡിയോകളിലോ പത്രം വീഡിയോകളിലോ 10 രൂപ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന 100% ആളുകളുണ്ടെങ്കിൽ അതിൽ 10% ആളുകളും ഇത്തരം സങ്കടം നിറഞ്ഞ വീഡിയോകൾ കാണുമ്പോൾ ഒരു 10 രൂപ ഇടാൻ മനസ്സ് കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പരിഹാസങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമേ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാനിപ്പം വരുന്നത് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന്. പ്രജീഷിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു വിഷയം പഠിക്കുമ്പോൾ നേരിട്ട് ഞാൻ അത് കൃത്യമായി ജെനുവിനാണോ എന്ന് ബോധ്യപ്പെടാതെ ഞാൻ ഇടപെടാറില്ല. ഇതാണ് നിലവിൽ പ്രജീഷിന്റെ അവസ്ഥ. കണ്ടോ? അവിടെ കണ്ടില്ല? നിലവിൽ പ്രജീഷിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. എത്രമാത്രം ഇനി നിങ്ങളോട് ഇതിന്റെ ഗൗരവം പറയണമെന്ന് എനിക്കറിയില്ല. 20 ലക്ഷം രൂപ ഞാൻ ഹോസ്പിറ്റലിൽ അടയ്ക്കാം എന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത്. അവന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല, അവന്റെ യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ പാടില്ല എന്ന് അവിടുത്തെ ഡോക്ടറുമായി സംസാരിച്ചു. പ്രിയപ്പെട്ട ചെയർമാൻ എന്റെ മുമ്പിലുണ്ടായിരുന്നു, പ്രിയപ്പെട്ട സത്താറിക്ക ഗോതമ്പ് എന്റെ മുമ്പിലുണ്ടായിരുന്നു, പ്രിയപ്പെട്ട അഷ്കർ അടക്കമുള്ള ആളുകളുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ആത്മവിശ്വാസം മാത്രമാണ്. ഇന്നലെ മുതൽ ഒരുപാട് കേരളത്തിന്റെ സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹിക പ്രവർത്തകൻ, അവനെ കുറിച്ച് ഞാൻ കേട്ടത് ഒന്ന്, അവന്റെ ബൈക്കിന് പിന്നിലുള്ള ഒരു ക്യാപ്ഷൻ നിങ്ങൾക്ക് എത്രമാത്രം അറിയുമെന്നറിയില്ല. മൈ ബ്ലഡ് ഈസ് എ പോസിറ്റീവ്. എന്താ പറഞ്ഞേ? എല്ലാവരും വലിയ മറ്റുള്ള കാര്യങ്ങൾ എഴുതുമ്പോ മൈ ബ്ലഡ് ഈസ് എ പോസിറ്റീവ്, കോൾ മീ ഇഫ് യു നീഡഡ് 9645013256. ദാറ്റ് ഈസ് പ്രജീഷ്. എന്താണ് ഫോൺ നമ്പർ? രണ്ടാമത്തത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഷാനവാസ് ആനയാങ്കുന്ന് 40 വയസ്സിനിടയ്ക്ക് 36ാമത്തെ തവണത്തെ രക്തദാനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അപൂർവ ഇനമായ O നെഗറ്റീവ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഇദ്ദേഹത്തിന്റെ രക്തം. 20 വർഷം മുമ്പ് അച്ഛന് രക്തം ആവശ്യമായി വന്നപ്പോൾ ഒരു കാസർകോട്ടുകാരനാണ് കോഴിക്കോട് വന്ന് സഹായിച്ചത്. അന്നത്തെ അനുഭവത്തിൽ നിന്നാണ് പരമാവധി രക്തദാനം നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായതെന്നും അതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു. ഇതിനോടകം 30 പ്രാവശ്യത്തിൽ കൂടുതൽ രക്തദാനം നടത്തിയവരാണ് ഇരു ഗ്രൂപ്പിലെയും അധിക പേരും. 52 തവണ രക്തം നൽകിയ പ്രജീഷ് ആനയാങ്കുന്നാണ് ഏറ്റവും മുമ്പിൽ. 33കാരനായ പ്രജീഷ് കോഴിക്കോട് ഡ്രൈവേഴ്സ് അഡ്മിൻ തുടങ്ങിയ രക്തദാന ഗ്രൂപ്പുകളിലും അംഗമാണ്. 50 തവണ രക്തദാനം പൂർത്തിയാക്കിയപ്പോൾ MBR ക്യാൻസർ സെന്ററും വിവിധ സംഘടനകളും ഇദ്ദേഹത്തെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവനാണ്. അവന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഞാൻ ബോധത്തോട് കൂടിയായിരുന്നു ആ വെന്റിലേറ്ററിൽ നിന്നതെങ്കിൽ ഒരു പക്ഷേ ആ വീഡിയോ എടുക്കാനോ ആ ഫോട്ടോ എടുക്കാനോ ആരും സമ്മതിക്കില്ല. ഒരു പക്ഷേ പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം,
ഞാൻ ആയിരക്കണക്കിന് രോഗികൾക്ക് നിമിത്തമായിട്ടുണ്ട്. ഞാൻ ഒരാൾക്ക് രക്തം കൊടുത്തിട്ടില്ല. എനിക്ക് ക്യാൻസർ വന്നപ്പോ 8-ാം വയസ്സിൽ ക്യാൻസർ വന്ന് മോണക്കുള്ളിലൂടെ ചോര വന്ന് രക്തം കൈകളിൽ കോട്ട് പിടിച്ചപ്പോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വന്ന് മോൺമാരോ കഴിഞ്ഞപ്പോ എനിക്ക് ഒരാൾക്ക് പോലും രക്തം കൊടുക്കാൻ ഈ സമയം വരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടിയത് കൊണ്ട് നിരവധിയായി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും എനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ള പേടിയോടുകൂടി ജീവിക്കുന്ന 32 കൊല്ലമായ പുസ്തകം എൻ്റെ ഉമ്മ നിധി പോലെ സൂക്ഷിക്കണമെന്ന് ഏൽപ്പിച്ച, ഡോക്ടർ നിധി പോലെ ഏൽപ്പിച്ച ആ പുസ്തകം എൻ്റെ ഉമ്മയുടെ കയ്യിലുണ്ട്. എനിക്കിന്നേ വരെ ഒരാൾക്ക് പോലും രക്തം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ട്, പൊതുപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്. എത്ര പേര് രക്തം കൊടുത്തു എനിക്കറിയില്ല. പ്രജീഷ് രക്തം കൊടുത്തപ്പോ കൊടുക്കുന്നവന്റെ മതം നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടോ? പ്രജീഷ് രക്തം കൊടുത്തപ്പോ ഏറ്റുവാങ്ങുന്നവന്റെ ജാതി പ്രജീഷ് നോക്കിയിട്ടില്ല. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോയ ഒരാൾ, വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആളുകളാണ് പ്രജീഷിന്റെ വിഷയം എന്റെ മൊബൈലിലോട്ട് അയച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സത്താറക്ക, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ തുല്യൻ, നിരവധി തവണ മുക്കം സന്നദ്ധ സേനയുടെ പ്രവർത്തകന്മാർക്ക് രക്തം ആവശ്യം വരുമ്പോ ഒരു വാക്കിന്റെ വെളിപ്പുറത്ത് പ്രജീഷ് ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ പ്രയാസങ്ങളിലും മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലും സേവനം അനുഷ്ഠിക്കാൻ ആ പ്രിയപ്പെട്ട പ്രജീഷ് ഉണ്ടായിരുന്നു. ആ പ്രജീഷ് ഇന്ന് ജീവിതത്തോട് ഏറ്റുമുട്ടുന്നത് 8 വർഷത്തിന് ശേഷമുണ്ടായ 2 പിഞ്ചു കുട്ടികൾ, ഇരട്ട കുട്ടികളെ കാണാൻ പ്രവാസ ലോകത്ത് നിന്ന് വന്ന് ആ പ്രിയപ്പെട്ട മക്കളെ കണ്ടത് ICUവിൽ വെച്ചാ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടം, ആ കുടുംബത്തിന്റെ സങ്കടം, ആ പ്രിയപ്പെട്ട പൊന്നു മക്കളെ കണ്ടതിന് ശേഷം അവന് വന്ന അസുഖവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് അതിനുശേഷം അവിടെ നിന്ന് ഇൻഫെക്ഷൻ ബാധിച്ച് ഇന്ന് പ്രിയപ്പെട്ട പ്രജീഷ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആ പ്രിയപ്പെട്ടവനെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ ഈ മീറ്റിംഗ് കൂടുമ്പോ MT സ്റ്റോറിൽ PC ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി കച്ചവടം നടത്തുന്ന പ്രഭാകരേട്ടന്റെ മനസ്സ് നമ്മൾ കാണണം. പ്രഭാകരേട്ടന്റെ കുടുംബത്തിന്റെ മനസ്സ് നമ്മൾ കാണണം. ഇത്തരം അവസ്ഥകൾ വരുമ്പോ എന്റെ മുമ്പിലുള്ള ആകെ ആശ്രയം എന്ന് പറയുന്നത് വീഡിയോ എടുത്ത് ജനങ്ങളെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വലിയ പ്രയാസമുണ്ട്. കാരണം അഭിമാനിയായി ജനിച്ച പ്രജീഷ്, പൊതുപ്രവർത്തനം കൈമുതലാക്കിയ പ്രിയപ്പെട്ട പ്രജീഷ്, ആ പ്രിയപ്പെട്ട പ്രജീഷ് ഇന്നലകളിൽ ജീവിച്ചത് ഈ നാടിനു വേണ്ടി. ഞാനിത് പറയാനുള്ള കാരണം തലമുതിർന്ന പൊതുപ്രവർത്തകന്മാർ, തലമൂത്ത പൊതുപ്രവർത്തകന്മാർ, കാരണവന്മാരുണ്ട്. രാഷ്ട്രീയമില്ലാതെ ഒറ്റക്കെട്ടായി ഞാൻ അവിടെ പോയപ്പോ ഇന്നലെ പ്രിയപ്പെട്ട വിനോദേട്ടനും വിശ്വേട്ടനും അവിടെ വന്നിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, ഒരേ സ്വരം, ഒരേ ലക്ഷ്യം. പ്രിയപ്പെട്ട പ്രജീഷ് എന്ന പൊതുപ്രവർത്തകൻ നാളെ മരണപ്പെട്ടാൽ, എനിക്ക് അത് തുറന്നു പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരാൾ എന്നോട് ചോദിച്ചു, അവന് റിക്കവറി ചാൻസ് ഉണ്ടോ? ഒരാൾ എന്നോട് ചോദിച്ചതാ, അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? പലർക്കും പല ചിന്തകളാണ്. എന്തിനാണ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? നാളെ പ്രജീഷ് മരണപ്പെട്ടാൽ 3/5/2024 സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മനസാക്ഷിയുള്ളവർ, മനുഷ്യത്വമുള്ളവർ, കൂട്ടായ്മയിലുള്ള ആളുകൾ, വ്യക്തികൾ ഇവിടെ കൂടിയിരുന്നു. പ്രജീഷിന്റെ ഓരോ സങ്കടങ്ങളും ഓരോ പ്രവർത്തനങ്ങളും പറഞ്ഞിരുന്നു. ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് അവനെ കിട്ടിയില്ല. പറഞ്ഞൂടെ? പറയാൻ പറ്റൂല്ലേ? അവനെ ശ്രമിച്ചിരുന്നു നാട്. അവനെ ഒറ്റപ്പെടുത്തിയില്ല, അവനെ ചേർത്ത് പിടിച്ചു. ആ പ്രജീഷിനെ ചേർത്ത് പിടിക്കാൻ ഇവിടുത്തെ നിസ്വാർത്ഥരായ പൊതുപ്രവർത്തകന്മാർ ഈ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്നു എന്നെങ്കിലും സമാധാനിക്കാനുള്ള ഒരു സംതൃപ്തി നൽകാനുള്ള അവസരം നമുക്ക് വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് പറയാൻ എളുപ്പമാണ്, ഇടപെടലുകൾ നടത്താൻ ആവശ്യമാണ്. ഇവിടെ വേണ്ടത് എന്താണ്? മീറ്റിംഗിൽ സംസാരിച്ചത് കൊണ്ട് എന്താവില്ല? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 5 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറയും. പരിപാടി കഴിഞ്ഞാൽ ഒരുത്തം പോലും എന്താക്കൂല. എന്റെ അനുഭവം, വീഡിയോ ചെയ്യാൻ പോകുമ്പോ തിങ്ങി നിറയ്ക്കും. ഷോ ചെയ്യാൻ, വരി നിൽക്കാൻ, ആളെ കാണിക്കാൻ,
എല്ലാ സംവിധാനത്തിലും ആളെ നിൽക്കുമ്പോൾ അവർ ഓഫർ ചെയ്യും 1 ലക്ഷം, 2 ലക്ഷം, 50,000. ഞാനത് പ്രതീക്ഷിക്കും. ഞാൻ ആ പ്രതീക്ഷിച്ച ആ വിഷയം ദൗത്യം ഏറ്റെടുത്ത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോ അവരെ വിളിക്കുമ്പോ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളൊന്ന് സമയം നോക്കട്ടെ. ഞാൻ പ്രിയപ്പെട്ട കുട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ പോയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 2 കുട്ടികൾ ഇരുവൃക്കുകളും മാറ്റി വെക്കേണ്ട ആ 2 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അവിടെ തന്നെ മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോവാൻ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ആ പ്രസ്ഥാനമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പഠിക്കട്ടെ. ഞാനിത് പറയുന്നത് സ്വയം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ മുക്കം മലയോരത്തിന്റെ മണ്ണിൽ ഈ തലമുതിർന്ന നേതാക്കന്മാരും പൊതുപ്രവർത്തകന്മാരും അടക്കം എന്നോട് പറഞ്ഞിരുന്ന ഒരാള്, വത്സൻ എന്ന് പറയുന്ന ആൾ ഈ കൂട്ടത്തിലുണ്ടാവും പറഞ്ഞു. എനിക്കറിയില്ല ആരാള്, മൂപ്പരല്ലേ, നല്ല മനുഷ്യനാണ്, ഏതൊരു സ്കൂളൊക്കെ ഏറ്റെടുത്തതാണ്, എനിക്ക് അതും അറിയില്ല. ആ മനുഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ വലിയ സഹായം ചെയ്യാൻ സാധിക്കും. ആ ആളെയാണ് ഞാൻ കണ്ട ഒരു മുട്ടലൻ, ആ പ്രിയപ്പെട്ട വലിയ മനുഷ്യൻ. അത് ജനങ്ങൾ അംഗീകാരം അല്ലേ? ജനങ്ങൾ അംഗീകാരം. പ്രഹസന എന്ന് പറയും, കളിയാക്കുന്ന ആളുകളുണ്ടാവും. 1000 രൂപ കൊടുക്കുമ്പോ അവനെ കളിയാക്കാൻ ആളുകളുണ്ടാവും, കൊടുക്കാൻ ഇവൻ തയ്യാറാവും. ഉണ്ടാവോ? 5 ലക്ഷം കൊടുത്താൽ, 1 ലക്ഷം കൊടുത്താൽ ആളെ കാണിക്കാൻ, പേരെടുക്കാൻ, പ്രശസ്തി എടുക്കാൻ ഈ പറയുന്നവന് 1 ഉറുപ്പിക കൊടുക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മത്സേട്ടന്റെ കയ്യിൽ പണം ഉണ്ടായിട്ടാണ് കൊടുക്കാൻ മനസ്സുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സുള്ളത്. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഇത് ലൈവാണ്, ജനങ്ങൾ കാണിക്കണം. മുക്കത്തിനൊരു പൈതൃകമുണ്ട്, മുക്കത്തിനൊരു അസ്തിത്വമുണ്ട്. പല സ്ഥലത്തും നമ്മൾ പോകുമ്പോ കാണാത്ത ഒരു പ്രത്യേകത മുക്കത്തിനുണ്ട്. ഞാൻ എന്ത് വിഷയം ഏറ്റെടുത്ത് വന്നാലും എന്നെ ചേർത്ത് പിടിച്ച കുന്നമംഗലത്ത് പോലും കിട്ടാത്ത സ്നേഹം, കുന്നമംഗലത്ത് പോലും 10-30 കൊല്ലക്കാലം പൊതുപ്രവർത്തനം നടത്തിയിട്ട് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ള രൂപത്തിൽ കൂടെ ഉള്ളവർ പോലും കിട്ടുന്ന അവസരത്തിൽ കൊള്ളിക്കാനും അടിക്കാനും ഇകഴ്ത്താനും വെട്ടിനിരത്താനും ശ്രമിച്ചപ്പോ മുക്കത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോ ഒരു കുടുംബത്തെ പോലെ എന്നെ ചേർത്ത് പിടിച്ച മണ്ണാണ് മുക്കത്തിന്റെ മണ്ണെന്ന് പറയുന്നത്. ഒരു ആല് ചുറ്റിയപ്പെടുന്ന പൂലാന്ന് ഞാൻ ഇങ്ങനെ കറയും കളിക്കാൻ പറ്റും. ആരൊന്ന് പറഞ്ഞിട്ടുണ്ട്, മുക്കത്ത് ആല് ചുറ്റിയാൽ ഇവിടെ നിന്ന് പോലെ. ഞാനിപ്പോ ഫുള്ളായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചുറ്റുക. എന്റെ ഓഫീസ് വരാൻ പോകുന്ന മുക്കത്താണ്. മുക്കം ഡയാലിസിസ് സെന്റർ അടക്കം വലിയ സ്വപ്നങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. മുക്കം ഡയാലിസിസ് സെന്റർ, മുക്കം കൗൺസിലിംഗ് സെന്റർ അടക്കം വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഓഫീസ് മുക്കത്ത് വരികയാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രജീഷിന്റെ ഭാര്യയുടെ 2 മക്കളുടെ സങ്കടം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കണോ, ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണോ, കാണിക്കണം. എനിക്ക് നിങ്ങൾ മറുപടി പറയണം. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ സമ്പാദ്യം വിറ്റിട്ടാണെങ്കിലും പ്രജീഷിന്റെ ചികിത്സ ഞാൻ നടത്തും. കാരണം ഞാൻ അവർക്ക് കൊടുത്ത വാക്കുണ്ട്. എന്റെ വാക്കിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സംഘടനകളും വ്യക്തികളുമാണ്. നമ്മൾ വീഡിയോ എടുക്കണോ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെന്റിലേറ്ററിൽ കയറി പ്രജീഷിന്റെ മുഖം എടുത്ത് അവന്റെ സങ്കടം ഒപ്പിയെടുത്ത് അവന്റെ ഭാര്യയുടെയും 2 മക്കളുടെയും അച്ഛന്റെയും 10-60 വർഷക്കാലം ആ പ്രിയപ്പെട്ട മനുഷ്യൻ, പ്രഭാകരേട്ടൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ, ആ മനുഷ്യന്റെ ഹൃദയം തുറങ്ങുന്ന ആ കരച്ചിൽ നമ്മൾ എടുക്കണോ വേണ്ടയോ? നമുക്ക് ഒന്നിച്ചു നിന്നാ നമുക്ക് ശ്രമിച്ചൂടെ? നിങ്ങൾ നാളെ തന്നെ പൈസ എന്ന് പറയില്ല. ഞാൻ അവിടെ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് നിറവേറ്റാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമല്ലേ? നാളെ തന്നെ രാവിലെ ലക്ഷങ്ങൾ തരണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ ചികിത്സയുടെ ആ ഒരു പ്രയാസം, ആ ഒരു പൈസ എത്രത്തോളം ആകുന്നോ അത്രത്തോളം ചികിത്സ അവിടെ നടക്കും. പക്ഷേ എന്റെ കൂടെ ആരുണ്ടാവണം? വെറുതെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് 1000 രൂപ പോകുന്ന ഒരു പ്രഹസന കപടക്കാരനല്ല ഞാൻ. ഒരു വിഷയം ഏറ്റെടുത്താൽ അതിന്റെ A to Z അവസാനിച്ചിട്ട് ഞാൻ ഈ മണ്ണിൽ നിന്ന് പോവുള്ളൂ. ഞാൻ ബക്കറ്റ് എടുക്കേണ്ടി വന്നാൽ എടുക്കും, വീടുകൾ കയറേണ്ടി വന്നാൽ കയറും, മുക്കം ജംഗ്ഷനിൽ പീടികൾ കയറേണ്ടി വന്നാൽ കയറും, പോത്തുലേലം വിളിക്കേണ്ടി വന്നാൽ ഓരോ അങ്ങാടിയിലും വിളിക്കും. കാരണം ആനയാകുന്നില്ല പ്രിയപ്പെട്ട ആളുകൾ. ഞങ്ങൾ മുരിങ്ങാപ്പുറയിലെ പ്രിയപ്പെട്ട സഫാന് വന്നപ്പോ മുരിങ്ങാപ്പുറയിലുള്ള ആളുകൾ കാണിക്കുന്നതിന്റെ അപ്പുറത്ത് എനർജി കാണിച്ച് 5 ലക്ഷം രൂപ പിരിച്ചു നൽകിയവനാണ് ആനയാകുന്നിലെ പൊതുപ്രവർത്തകർ എന്നുള്ള വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ കിടക്കുമ്പോ ഇവിടെ ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. എന്റെ അടുത്ത് ഇത്രയും ജനങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ട് സത്താർ
അടക്കം നിരവധി തവണ പറഞ്ഞിട്ട്, അലി അക്ബർക്ക് അടക്കം പറഞ്ഞിട്ട്, സബിജേഷ് അടക്കം എന്റെ മുമ്പിലേക്ക് സവിസ്തരം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഞാൻ വരാതെ പോയാൽ, ഞാൻ ഈ സങ്കടം കേൾക്കാതെ പോയാൽ നാളെ ഞാൻ അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്, ഇവിടെ വന്നത്, അവിടെ ഒപ്പിട്ട് കൊടുത്തത്. നമുക്ക് വീഡിയോ എടുക്കണോ വേണ്ടേ? വേണോ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം, ഈ കമ്മിറ്റിയുടെ കൂടെ നിൽക്കണം, പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം. കാരണം നാളെ തന്നെ വലിയ പ്രവർത്തനം നടത്തണ്ട. ആദ്യം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, 1 ലക്ഷം രൂപ സഫ്വാൻ ചികിത്സാ സഹായത്തിലെ ചെയർമാനെ ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇപ്പൊ കർണാടകയിലാണ്. അദ്ദേഹം എന്നോട് ഇവിടെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ട്രഷറർ എഴുതി വെക്കുക, 1 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ ഇവിടുന്ന് കളക്ട് ചെയ്യണം. 1 ലക്ഷം രൂപ സഫ്വാൻ ചികിത്സാ സഹായ കമ്മിറ്റി. ഇനി ആരാ പ്രഖ്യാപിക്കാനുള്ളത്? സംഘടനകളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പറയാം. ഇതൊക്കെ കേട്ടിരുന്നിട്ട് ഞാൻ ആലോചിക്കാം എന്നുള്ളതാ. ഇപ്പം പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ. എന്റെ മുക്കം സന്നദ്ധ സേന എവിടെ? വത്സേട്ടന് 1 ലക്ഷം രൂപ. അള്ളാഹു ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. 1 ലക്ഷം രൂപ പ്രിയപ്പെട്ട വത്സേട്ടൻ. വാക്കിംഗ് ക്ലബ്ബ് മുക്കം 1 ലക്ഷം രൂപ. 2003 BMHMHS ബാച്ച് 1 ലക്ഷം രൂപ. PRC ആനയാൻകുന്ന് 1 ലക്ഷം രൂപ. അയൽപക്ക കൂട്ടായ്മ 1,12,500 രൂപ. സ്റ്റാർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് 30,000 രൂപ. ഇത്രയും പൈസ നിലവിൽ നിലവിൽ ഇവിടെ ചെക്കായിട്ട് ഇവിടെ വെച്ച് ഏറ്റുവാങ്ങി. ഇനി നമ്മൾ ആരും, നിങ്ങൾ പറയാതെ ഇത് മുന്നോട്ട് പോവില്ല. ഇനി ആര്, ഏതൊക്കെ സംഘടനകൾ, വ്യക്തികൾ, ഞാൻ ആരെയും പേര് പറയുന്നില്ല, സാധിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണം. മുക്കം സന്നദ്ധ സേന എവിടെ? മുക്കം സന്നദ്ധ 50,000 പോരാ. നിങ്ങൾക്ക് രക്തം ചോദിക്കുമ്പോ അവൻ എല്ലാം നൽകിയവനാ. മുക്കം സന്നദ്ധ സേന 1 ലക്ഷം രൂപ. ഇത് മുക്കം സന്നദ്ധ സേന 1 ലക്ഷം രൂപ. ഇനി ആരാ? പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 10,000. എഴുതി വെക്കണേ. ഇനി ആരാ? സംഘടനകൾ. നിങ്ങൾ വരണ്ട, എത്ര ആൾ കൂടിയിട്ട്. പ്രൊഫൈൽ ക്രഷർ 6 ലക്ഷം രൂപ. പ്രൊഫൈൽ ക്രഷർ 6 ലക്ഷം രൂപ. നമ്മളങ്ങനെ ഇരുന്നാ പോരട്ടോ, നമ്മൾ ചർച്ച ചെയ്യണം. നമുക്ക് പറ്റുന്ന എമൗണ്ട് ഇപ്പം പറയണം. നിങ്ങൾ എന്റെ നേതൃത്വം കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം. അല്ലാതെ ഞാൻ പോയിട്ട് ഞങ്ങൾ വിളിച്ചോളാം, ഞങ്ങൾ പറഞ്ഞോളാം എന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ അതിന് കാര്യമില്ല. ആരൊക്കെ? വ്യാപാര വ്യവസായ ഏകോപന സമിതി മുക്കം ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വ്യാപാര വ്യവസായ ഏകോപന സമിതി. വേറെ സംഘടനകൾ? നാട്ടുകൂട്ടം കൂട്ടായ്മ അഗസ്ത്യമോയ് 1/2 ലക്ഷം രൂപ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് 2 ലക്ഷം രൂപയിലേക്ക് മാറും. ഞാനാ പറഞ്ഞത് 2 ലക്ഷം രൂപയിലേക്ക് മാറും. ഇപ്പൊ 1/2 ലക്ഷം രൂപ നാട്ടുകൂട്ടം കൂട്ടായ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനസ്സിലാ? സംഘടനകൾ പറയണെങ്കിൽ ഇങ്ങനെ നോക്കി കൈയടിച്ചാൽ പോരാ. പറ്റുന്ന ഇടപെടലുകൾ നടന്നോ? പറ്റുന്ന ഇടപെടൽ സംഘടനകൾ എത്രയുണ്ട്? ഒരുപാട് സംഘടനകളില്ലേ? ഒരുപാട് സംഘടന. മഹിള സ്ത്രീ കൂട്ടായ്മ ചേച്ചി, കാരശ്ശേരി കുടുംബശ്രീ CDS കൂട്ടായ്മ 6 ലക്ഷം രൂപ. പ്രിയപ്പെട്ടവരെ, 1000 ആണുങ്ങൾ ഇവിടെ കണക്ട്, 4 പെണ്ണുങ്ങൾ എടുത്തേക്ക് ഞാൻ വന്നപ്പോ 6 ലക്ഷം രൂപ. കാരശ്ശേരി CDS കൂട്ടായ്മ 6 ലക്ഷം രൂപ. കർഷക കൂട്ടായ്മ മാക് ജിദ്ദ കൂട്ടായ്മ അവർ ഏറ്റവും ചുരുങ്ങിയത് 70,000 രൂപ തരാറുണ്ട്. ഞാൻ പറയും, 4 വീഡിയോയിൽ എനിക്ക് 70,000 രൂപ തന്നിട്ടുണ്ട്. അതിന്റെ മേലേക്ക് മാക് ജിദ്ദ കൂട്ടായ്മ ഇവിടെ നൽകുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുക. മാക് ജിദ്ദ കൂട്ടായ്മ മാക് ജിദ്ദ കൂട്ടായ്മ. ആനയംകുന്ന് കർഷക കൂട്ടായ്മ 10,000, കൂട്ടായ്മ സ്വാശ്രയ സംഘം കളരിക്കണ്ടി 10,000, വിഭിഷ 10,000, 30,000 രൂപ. യൂത്ത് ലീഗിന്റെ പിള്ളേരില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ, ഡിവൈഎഫ്ഐ
യൂത്ത് വിങ് ഏകോപന സമിതി മാഷ് മഹല്ല് അവിടുത്തെ ആനയംകുന്ന് മഹല്ല് തിരുവമ്പാടി അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി 25,000 തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി 25,000 പുറമുള്ള ആളുകളൊന്ന് കയറി നിൽക്കണേ സംസാരമല്ലട്ടോ നമുക്ക് വേണ്ടത് പണമാണ് നമുക്ക് വേണ്ടത് തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി 25,000 ഇനി ആരൊക്കെ 1,00,000 രൂപ ഏത് ക്ഷേത്രം 1,00,000 രൂപ ആ പ്രിയപ്പെട്ട ആ പേര് പറഞ്ഞ ക്ഷേത്ര കമ്മിറ്റി 1,00,000 രൂപ ആനയംകുന്നം മഹല്ലയുടെ മുസ്ലിം മഹല്ല കമ്മിറ്റി എന്തെങ്കിലും പറയൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാരശ്ശേരി ഒറ്റ 10 100 1000 10,000 ലക്ഷം 2,00,000 രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാരുണ്യ പ്രവർത്തനത്തിന് മുഖമറിഞ്ഞപ്പോ വലിയ പ്രവർത്തനവുമായി CPM-ന്റെ സഖാക്കൾ വിപ്ലവ പ്രസ്ഥാനം 2,00,000 രൂപ പ്രിയപ്പെട്ടവരെ 2,00,000 CPIM ഇങ്ങനെയാ വേണ്ടത് നാളെ തരണ്ട കഴിവുള്ള ഒരുപാട് പേരുണ്ട് സ്വാധീനമുള്ളവരുണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട് ആസ്തിയുള്ളവരുണ്ട് സ്ഥാപനങ്ങളുള്ളവരുണ്ട് നമ്മുടെ കോണ്ടാക്ട്സ് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള 100 കണക്കിന് ആളുകളുണ്ട് ഇവിടെ ഇരുന്നിട്ട് നാളെ ഈ പ്രിയപ്പെട്ടവന് വേണ്ടി ഇവിടെ ഒരുമിച്ചപ്പോ ഒന്നും പറയാതെ നിങ്ങൾ പോവരുത് നമ്മുടെ മുമ്പിൽ സമയമുണ്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട ആളുകൾ ഇനിയും മുന്നോട്ട് വരണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1,00,000 രൂപ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1,00,000 രൂപ കോൺഗ്രസ് MT-യുടെ ലീഡറുടെ അത് പോരാ കൈ പോരാ ലൈബ്രറി മമ്മേറ്റി ഒന്നും പോരാ 5 ലക്ഷം ഇല്ല പറയണം അപ്പൊ അവർ പ്രസിഡന്റ് വിളിക്കണേ MT തലയെടുപ്പുള്ള നേതാവാ MT തറവാടിയാണ് തലയെടുപ്പുള്ള നേതാവാണ് MT പറയണം മുക്കും തുടങ്ങിയ തറവാടിന്റെ കാരണവരാ ഇങ്ങനെ കാണിച്ചിട്ട് എത്ര എനിക്ക് മനസ്സിലായില്ല മൊയ്തീൻ കോയ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് 6,00,000 രൂപ മൊയ്തീൻ കോയ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് 6,00,000 രൂപ കോൺഗ്രസ് ശാന്താദേവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മനുഷ്യത്വമുള്ള ചേച്ചി അവര് ധരിച്ചത് എവിടെ ഇടുന്ന കമ്മൽ ആ പ്രിയപ്പെട്ട ചേച്ചി ധരിച്ച കമ്മൽ ഈ പ്രിയപ്പെട്ട പ്രജീഷിന്റെ ചികിത്സയിലേക്ക് കൈമാറുകയാണ് ഞാനത് ചെയർമാനെ ഏൽപ്പിക്കും ഇനി 1,00,000 രൂപ മണ്ഡലം ഇന്ത്യൻ ഏത് മണ്ഡലം കാരശ്ശേരി മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട കുടുംബം 1,00,000 രൂപ പ്രിയപ്പെട്ടവരെ ഇതാണ് നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയം മറന്ന് ഒരുമിക്കുക എന്ന് പറയുന്നത് മുക്കം ഷട്ടിൽ ക്ലബ്ബ് 40,000 മുക്കം ഷട്ടിൽ ക്ലബ്ബ് 40,000 മുക്കം എന്റെ ഗുരുനാഥൻ ഒരു 10 ലക്ഷം ആയിരിക്കും തണ്ണീർപോയിൽ മുസ്ലിം മഹല്ല് കമ്മിറ്റി പ്രിയപ്പെട്ട എന്റെ ഗുരുനാഥൻ 25,000 രൂപ അത് അമ്പയിലേക്ക് എത്തും ഉറപ്പാ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആനയാങ്കുന്ന് 25,000 വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആനയാങ്കുന്ന് 25,000 അഷ്കര ചോദിക്കും എല്ലാവരും ചോദിക്കാൻ അങ്ങനെ പാർട്ടിയല്ല നോക്കിത്താൻ പോരാ ആരെ സംഘടനകൾ കൂട്ടായ്മകൾ ആരെങ്കിലും പുറത്തേക്ക് യാത്രയ്ക്ക് നാളെ നമുക്ക് വേണ്ടി വന്നാൽ നമ്മളെ കാണാൻ വന്നാൽ പുറത്തുനിന്ന് എന്താ അവസ്ഥ നാളെ നമ്മൾ കിടക്കുമ്പോ മറ്റുള്ള ആളുകൾ പുറത്തായി പോകും നാളെ നമ്മളെ ഫോട്ടോ ഒക്കെ വരുമ്പോ നമ്മൾക്ക് വേണ്ടി വരേണ്ട ആളുകൾ പുറത്തു പോകും സംഘടനകൾ ഒരുപാട് ചെറുപ്പക്കാരവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ടോ പറയാത്ത ഒരുപാട് പേര് ഒരു 5,000 വെച്ച് ഈ ആളുകൾക്ക് പിടിക്കാൻ പറ്റില്ലേ 10 സുഹൃത്തുക്കളോട് പറഞ്ഞാൽ പോരെ ഷമീർ ചാരിറ്റബിൾ എന്താന്ന് പറയാതെ ഷമീർ ചാരിറ്റബിൾ സൊസൈറ്റി ഇല്ലേ ഷമീർ ചാരിറ്റബിൾ സൊസൈറ്റി വേറെ ഏതോ സംഘടന ഉണ്ടോ ഇവിടെ പഞ്ചായത്ത് ഭരണാധികാരി വിനോദട്ടെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത് ജനപ്രതിനിധിയായി നാടിന് നേതൃത്വം കൊടുക്കുന്ന വിപ്ലവ പ്രസ്ഥാനം CPIM-ന്റെ മുക്കം കൗൺസിലർമാർ 1.5 ലക്ഷം രൂപ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ചരിത്രപരമായ ഇടപെടൽ എന്ന് പറയുന്നത്. ഇതാണ് ചരിത്രപരമായിട്ടുള്ള ഗൗരവകരമായ ഇടപെടൽ. മനുഷ്യന് വേണ്ടി, പ്രയാസപ്പെടുന്നവന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ആ പ്രിയപ്പെട്ട CPIM-ന്റെ കൗൺസിലർമാർ. മലബാർ ഡെന്റൽ ക്ലിനിക്ക് പ്രിയപ്പെട്ട എന്റെ ഏറ്റവും പ്രിയപ്പെട്ട തോമസ് ആശിഷ് സാർ നേതൃത്വം കൊടുക്കുന്ന, ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന, ഞാനടക്കം കാണിക്കുന്ന എന്റെ സ്വന്തം ക്ലിനിക്ക് മലബാർ ഡെന്റൽ ക്ലിനിക്ക്, ഡോക്ടർ തോമസ് ആശിഷ് സാർ നേതൃത്വം കൊടുക്കുന്ന ക്ലിനിക്ക് 10,000 രൂപ. പ്രിയപ്പെട്ടവരെ, 10,000 രൂപ. ഇനി ആരാ? ഇത് മോശമാണ്. ഈ ഭാഗത്ത് നടക്കുന്നില്ല, ഈ ഭാഗത്ത് ഒന്നും കളിക്കിട്ടില്ല. നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ നടക്കും. ഇവിടെ ആരും എനിക്കില്ല, പറഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് ആരും പറഞ്ഞിട്ടില്ല. ഇരുവൈഞ്ഞി മൊയിലത്ത് റെസിഡൻസ് അസോസിയേഷൻ നോർത്ത് കാരശ്ശേരി 10,000 രൂപ. കവചം എന്റർപ്രൈസസ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് 10,000 രൂപ. പോരാ, ഇവിടെയുള്ള ഒരാള് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. എന്റെ സൗന്ദര്യം നോക്കിക്കേ. പ്രഖ്യാപിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവസാനിപ്പിക്കാം. 2 ലക്ഷം. ഇൻസൈഡിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഞാൻ സമ്മതിക്കൂല. എന്ത് കാര്യം വന്നാലും ആദ്യം ഇടപെടുന്നവരാണ് കാരമൂലയിലെ ആദ്യ അക്ഷരം കെ. ഒന്നുകൂടെ KFA. എന്നോട് പറഞ്ഞത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന വലിയ പൈസ, ഇവിടുത്തെ ചെറിയൊരു എമൗണ്ട് പറയണോ? അവർ ചെയ്യാൻ പറഞ്ഞാൽ കരുത്ത് കാണിക്കുന്നവരാ. എവിടെ പറഞ്ഞാലവിടെ ഞാൻ ഇത് പറയും നടക്കും. ഇല്ല, പറയും. KFA ആണ് നിങ്ങൾ. KFA ആണ്, ചുണക്കുട്ടികളാണ് നിങ്ങൾ. പറഞ്ഞാലേ ഞാൻ പറയണം. KFA കാരമൂല 1 ലക്ഷം രൂപ. അവർക്ക് നടക്കും, എനിക്കറിയാം, അവർക്ക് നടക്കും. BJP ഭാരതീയ ജനതാ പാർട്ടി കുമാരനല്ലൂർ ഏരിയ കമ്മിറ്റി 1/4 ലക്ഷം രൂപ. ഭാരതീയ ജനതാ പാർട്ടി 25,000 രൂപ കുമാരനല്ലൂർ ഏരിയ കമ്മിറ്റി. ഇനി അല്ലാമീൻ ഫ്രൂട്ട്സ് എവിടെ? സത്താർ MD. എന്റെ പേര് സത്താർ MD, എന്റെ നാട് MD സത്താർ എന്ന് പറഞ്ഞ സത്താർ എവിടെ പോയോ? ഇനി ആരാ? വ്യക്തികൾ, ഒരു 10,000 പറ്റുന്ന ആളുകൾ, 10,000, ഒരു 10,000 രൂപ എടുക്കാൻ പറ്റുന്ന ആളുകൾ, ഒരു 10 ആള്, ഒരു 10,000 എടുക്കാൻ പറ്റുന്ന 10 പേര്. നിങ്ങൾ കയ്യിൽ എടുക്കണ്ട, നിങ്ങളെ സൗഹൃദങ്ങളോട് പറഞ്ഞാൽ മതി. ഈ പോസ്റ്റർ ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യും. 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ പോസ്റ്റർ അപ്ലോഡ് ചെയ്യും. അവന്റെ ഫോട്ടോ വെച്ചിട്ട് 10 പേരോട് 1000 രൂപ നമുക്ക് സ്വരൂപിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 10,000 എടുക്കാൻ പറ്റുന്നേ, 10,000 എടുക്കാൻ പറ്റുന്നേ, 10,000, 5,000 എടുക്കാൻ പറ്റുന്നേ. പുള്ളി തട്ടുള്ള 5,000. പിന്നെ ഒരു 5,000 എടുക്കാൻ പറ്റുന്നേ, 5,000 എടുക്കാൻ പറ്റുന്ന ആളുകൾ. ആ കാക്ക നോക്കണേ, നിങ്ങൾക്ക് അറിയുന്ന പേര്. ആ കാക്ക 5,000 നോക്കണേ. അടുത്ത് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സത്യചേട്ടൻ 5,000. ഇനി ആരാ? ആരുമില്ല. 5,000 എടുക്കാൻ പറ്റിയ ആരുമില്ലേ? 5,000 എടുക്കാൻ പറ്റും. ഇപ്പൊ എത്ര രൂപയായി? ഒന്ന് പ്രഖ്യാപിക്കാം. ഇപ്പൊ എത്ര രൂപയായി? പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 5,000. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 5,000. ഇനി ആരെങ്കിലും പറയാൻ പറ്റാത്തവര്, ഒരു 1,000 തരാൻ പറ്റുന്നവര്, 1,000 തരാൻ പറ്റുന്നവര്, 1,000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ എത്രയായി? കൂടിയോ? നമ്മൾ വിചാരിക്കും പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം. ഇപ്പം ഹോസ്പിറ്റലിൽ പോയി ലേറ്റസ്റ്റ് ആയിട്ടുള്ള
ആ പ്രിയപ്പെട്ടവന്റെ മെഡിക്കൽ റിപ്പോർട്ടും മെഡിക്കൽ എസ്റ്റിമേറ്റും വാങ്ങിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ആനയാത്ത് അമ്പല കമ്മിറ്റി 10,000, ആനയാത്ത് അമ്പല കമ്മിറ്റി 10,000. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. നമ്മുടെ ലൈവ് കഴിഞ്ഞാലുടൻ പ്രജീഷിന്റെ പോസ്റ്റർ കൃത്യമായ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് കൃത്യമായ അവന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റർ 10 മിനിറ്റ് കൊണ്ട് എന്റെ പേജിൽ അപ്ലോഡ് ആവും. മാക്സിമം ആളുകൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ADV ഷമീർ കുന്നുമൽ കാലിക്കറ്റ്. എന്നിട്ട് ആ പോസ്റ്റർ നിങ്ങൾ ഇന്ന് പോകുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് ഒരു 100 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ, നിങ്ങൾ പറഞ്ഞാൽ ഒരാൾ 100 പേരില്ലേ ആ പോസ്റ്റർ അയച്ചു കൊടുക്കുക. പ്രജീഷിന്റെ ഭാര്യയുടെ മറ്റോ അക്കൗണ്ട് നമ്പറാണ്, ഗൂഗിൾ പേ എല്ലാം കൃത്യമായി 5 or 6 അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അത് വലിയൊരു പ്രവർത്തനമാണ്. പെട്ടെന്ന് അക്കൗണ്ട് ബ്ലോക്ക് ആവും. 20 ഇടപാട് നടന്നാൽ ഗൂഗിൾ പേ ഒക്കെ ബ്ലോക്ക് ആവും. അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ അത് വരുമ്പോൾ സ്റ്റാറ്റസ് ആക്കുക. അടുത്ത 10 ദിവസം അതിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കാൻ. എത്രയായി ടോട്ടല്? 15. ജമാൽ അത്തോളി, ജമാൽ അത്തോളി 5000. ജമാൽ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ഒരു പൈസ പറഞ്ഞിരുന്നു, അത് അവർ ക്യാൻസൽ ചെയ്തു. അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരുത്തന് വേണ്ടി, ഒരു സഹോദരന് വേണ്ടി അവൻ ഒരു പൈസ കളക്ട് ചെയ്തിരുന്നു. ആ സഹോദരൻ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം രൂപയുണ്ട്. അത് പ്രതീക്ഷയിലേക്ക് അവര് നേരത്തെ ക്ഷേത്ര കമ്മിറ്റി ക്യാൻസൽ ചെയ്യണേ. ജാഫർ TM 10,000. എന്നെ ശ്രദ്ധിക്കണേ. ജാഫർ TM 10,000. ഇടയിൽ ആരും കയറുന്നത്. ജാഫർ TM 10,000. ജാഫർ TM 10,000. പ്രതീക്ഷ പഠിച്ചിട്ടുള്ള ഡോൺ ബോസ്കോ ബാച്ച് 1.5 ലക്ഷം രൂപ. കുഞ്ഞാലിക്കായി തൊട്ടടുത്തുള്ള ആൾ എന്നെ ശ്രദ്ധിക്കണേ. ഡോൺ ബോസ്കോ പ്രതീഷിന്റെ കൂടെ പഠിച്ച ആ ബാച്ചിലെ പ്രിയപ്പെട്ടവർ 1.5 ലക്ഷം രൂപ. ചെറിയാപ്പൂക്ക 5000. ആരാന്നറിയില്ല, നന്മയുള്ളവനാണ്. ചെറിയാപ്പൂക്ക 5000. നാളെ മുക്കം സന്നദ്ധ സേന മുക്കം മങ്ങാടി പ്രിയപ്പെട്ടവന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല ഇടപെടൽ നടത്തുകയാണെങ്കിൽ, വൃത്തിയിൽ ഇറങ്ങുകയാണെങ്കിൽ, യൂണിഫോം ഇട്ട് ഇറങ്ങുകയാണെങ്കിൽ, കുറച്ചാളുകൾ അല്ലാതെ സപ്പോർട്ടും കൂടി ചെയ്ത് അവരെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. കാരണം അത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രസ്ഥാനമാണ്. കുറച്ച് പ്ലാൻ ചെയ്യണം. വെറുതെ 4-5 ആൾക്കാർ ഇറങ്ങിയോണ്ട് കാര്യമില്ല. പൊതുജനങ്ങൾ കൂടി അവരെ കൂടെ നിൽക്കണം. ഒരു 100-200 ആളുകൾ ആനയാൻകുന്ന് ആ പരിപാടിയുമായി സഹകരിക്കുകയാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ വന്ന് ലൈവ് ചെയ്ത് 2-3 മണിക്കൂറോ കയറാനുള്ള ശ്രമം ഞാൻ നടത്താം എന്ന് പറയുന്ന ഉറപ്പില്ല. കാരണം വെളിമണ്ണയിൽ ഞാൻ ചെയ്ത വീഡിയോ ക്ലോസിംഗും ആ സമയത്താണ്. ഇനി ആരാ കാരമൂല സുബ്രഹ്മണ്യ ക്ഷേത്രം 10,000 പറയുന്നത്. അത് കൂടും. കാരമൂല സുബ്രഹ്മണ്യ ക്ഷേത്രം ഞാൻ VMHMHS ആനയാൻകുന്ന് 2005 ബാച്ച് 10,000 രൂപ ബാക്കി അവർ ശ്രമിക്കും. VMHMS ആനയാൻകുന്ന് 2005 ബാച്ച് 10,000 അവർ വീണ്ടും ശ്രമിക്കും. ഇനി 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 കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ ടൈറ്റാനിക് മുരിങ്ങാപ്പുറായി 1.5 ലക്ഷം രൂപ ആദ്യഘട്ടം. അതിന്റെ മേലേക്ക് അവർ ഉയർത്താൻ ശ്രമിക്കുന്നതാണ്. അവസാനിപ്പിക്കാം. ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കട്ടോ. ഒരു കള്ളത്തരത്തിന് അവസരം കൊടുത്തതാണ്. അപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന ആളല്ല. കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കും. ആരൊക്കെ തന്നു എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതേപോലെ മീറ്റിംഗ് വിളിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കും. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം പറയണം. ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ മാഷാ അല്ലാഹ് കണ്ടില്ലേ? പ്രഭാത് കോളേജ് എനിക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ അതാണ് അങ്ങനെ ആകാംക്ഷയോടുകൂടി
ജീവിതത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, പല പ്രയാസം വന്നപ്പോ എനിക്ക് എന്റെ അടുത്ത് പോയാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഒരു വിശ്വാസം, എന്റെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അത്രമാത്രം ഈ നാട്ടിൽ ഏകിച്ചേർന്ന എല്ലാ നിലക്കും ഇടപെടൽ നടത്തുന്ന, വീടുകൾ വെച്ചു കൊടുക്കുന്ന, ഒരുപാട് ആളുകളെ രഹസ്യമായി സഹായിക്കുന്ന ആ ബാങ്കിന്റെ വലിയ ഫണ്ട് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന വ്യക്തിയാണ്. ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കാം. ഇനി പ്രഖ്യാപിക്കാൻ പറ്റുമോ? 500 രൂപ, 21,25,500 രൂപ. ഞാൻ അവിടെ ഒപ്പിട്ട് കൊടുത്തത് 20 ലക്ഷം രൂപ. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് വരികയാണെങ്കിൽ മറ്റു മേഖലകൾ, മറ്റു സാധ്യതകൾ തെളിയാം. എന്നാലും 25 to 30 വരെ നമ്മൾ സമാഹരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും 150% വിജയം നമ്മുടെ യോഗത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. നമ്മൾ ആദ്യം ഏറ്റെടുത്ത ദൗത്യം ഇവിടെ പൂർത്തീകരിച്ചു. ഇനി രണ്ടാമത്തെ ദൗത്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. ആരെങ്കിലും പിരിച്ച പൈസ ഏറ്റുവാങ്ങാൻ ഒരു സമയം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് അവിടെ വെച്ച് വീഡിയോ ചെയ്ത് ഞാൻ ഏറ്റുവാങ്ങാം. ഇതാണ് 66,666. മുക്കം വാക്കിംഗ് ക്ലബ്ബ് 66,000. കൂവപ്പാറ നവീന സ്വാശ്രയ സംഘം 5000. എവിടെ? മുക്കം വാക്കിംഗ് ക്ലബിന്റെ ആളുകൾ, പ്രിയപ്പെട്ട മുക്കം വാക്കിംഗ് ക്ലബിന്റെ പ്രിയപ്പെട്ടവർ 66,666 രൂപ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് കൈമാറുകയാണ്. അതൊന്നാക്കും. കമ്മിറ്റി ഭാരവാഹികൾ മണിക്കൂർ കൊണ്ട് പിരിച്ച പൈസയാണ്. മുക്കം വാക്കിംഗ് ക്ലബ്ബ് കുറച്ച് ചൂട് ചായ കട്ടൻ. മുക്കം വാക്കിംഗ് ക്ലബ്ബ് 66,666 രൂപ കമ്മിറ്റി ഭാരവാഹികൾ. ഇതിന്റെ ചെയർമാൻ എല്ലാവർക്കും അറിയില്ല. ചെയർമാൻ, കൺവീനർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഏറ്റുവാങ്ങുകയാണ്. 66,666 രൂപ. അടുത്ത പേര് ഓർമ്മക്കോട്ട് 92 SSLC ബാച്ച് 10,000. ഓർമ്മക്കോട്ട് 92 SSLC ബാച്ച് 10,000. ഏതാണ്? PRC ആനയാങ്കുന്ന് 1 ലക്ഷം രൂപ. PRCയുടെ ആളുകൾ, PRC ആനയാങ്കുന്ന് 1 ലക്ഷം രൂപ. 91 കേട്ടോ, നേരത്തെ പറഞ്ഞ 91 ബാച്ച് പോലെ അറിയുന്നുണ്ടോ? PRC അവസരം നൽകിയ ഈ ചാരിറ്റിയുടെ നേതൃത്വം ഓഡിറ്റോറിയം ഫ്രീ അല്ലേ? ഓഡിറ്റോറിയം അനുവദിച്ച സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിന്റെ ഓഫീസിന്റെ നമുക്ക് ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ വെച്ചാണ്. അതിന്റെ പ്രിയപ്പെട്ട ആരാധനിക്കറിയില്ല ആ ഭാരവാഹികൾക്ക് നന്ദി. ഈ സൗണ്ട് ഫ്രീ അല്ലേ? സൗണ്ട് ഫ്രീ ആയി അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി. ചായയുടെ പൈസ നമ്മൾ വാങ്ങാൻ പാടില്ല, അതും ഫ്രീ ആണ്. എനിക്ക് സാഹിത്യത്തിനാണ് ഓഡിറ്റോറിയം എന്ന് പറയാൻ സാധിക്കും. മുക്കത്തെ CITU ഓട്ടോ തൊഴിലാളികൾ 1 ദിവസത്തെ വേതനം പ്രതീക്ഷയ്ക്ക് വേണ്ടി. മുക്കത്തെ ഇല്ലാത്ത, അഹങ്കാരമില്ലാത്ത പ്രിയപ്പെട്ടവൻ, എന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാറുണ്ട്. ആ പ്രിയപ്പെട്ടവൻ ഒരു പൈസ പോലും ഇത് കിട്ടുമോ? അവിടേക്ക് ഒരു പൈസയും കിട്ടൂല. ഒരു പൈസയും കിട്ടൂല. എന്നിട്ടും ഇവിടെ വന്ന് ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും ഒപ്പിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പോസ്റ്റ് തന്നെ ഇറങ്ങണം. ഈ പൈസ പിരിച്ച് നിങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടി വേണ്ട. രാജീവേട്ടൻ പ്രിയപ്പെട്ടവരെ, നന്മ നിറഞ്ഞ ഫോട്ടോഗ്രാഫർ, നന്മ നിറഞ്ഞ മനസ്സിൽ കളങ്കമില്ലാതെ, മറ്റുള്ളവരോട് അസൂയയില്ലാതെ, മറ്റുള്ളവന്റെ വളർച്ചയിലും ഉയർച്ചയിലും ഒരു തരി മനസ്സിൽ ഈഗോ ഇല്ലാത്ത പ്രിയപ്പെട്ട രാജീവേട്ടൻ 5000 രൂപ കൂടി നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊടുത്താൽ അത് നിങ്ങളുടെ പ്രവർത്തനത്തിനും കൂടി അംഗീകാരമാണ്. അതുകൊണ്ട് ആ പൈസയുടെ റെസിപ്റ്റ് ആര് തരണം? പൈസയുടെ എമൗണ്ട് നിങ്ങൾ കൃത്യമായി ഓരോ ദിവസവും അവർ തരണം. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. കാരണം നമ്മൾ പണിയെടുക്കുക, വളരെ കൂളായിട്ട് ഒരു ഭാഗത്തേക്ക് പോവുക, അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. കൃത്യമായി പൈസ ആര് പ്രതീക്ഷിന്റെ കുടുംബത്തിന് കൊടുക്കണ്ടെങ്കിലും ആരറിയണം?
കമ്മിറ്റി അറിയണം. പിന്നെ കമ്മിറ്റി അറിയാതെ പ്രവർത്തനമാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഞാൻ പോലും ഇവിടെ വരേണ്ട ആവശ്യമില്ല. എനിക്ക് 1000 രൂപയാണ് എനിക്ക് പോയാൽ മതി. ഇത് ഏറ്റെടുത്തത് സുതാര്യമാകും എന്നുള്ളത് കൊണ്ടാണ്. നാളെ മുക്കത്ത് ഇതിനൊരു ചീത്തപ്പേര് വരാൻ പാടില്ല. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ മത്സരിക്കുന്ന ആളുകളാണ്. ഒരു മൈന്യൂട്ട് പോയിന്റ് വിമർശിക്കാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലേ? കറക്റ്റല്ലേ? മൈന്യൂട്ട് ഉണ്ടാവില്ലേ? ചാലിയാറോട്